ആദ്യം സാമാന്യ മര്യാദ എഫ്ഐആർ ഇടാം. ഈ ഫേസ്ബുക്കിൽ കൊടുക്കേണ്ട എന്താവശ്യമുള്ള ഒരാവശ്യമില്ല ഈ കേസിൽ. ഇത് വ്യാജ പ്രൊഫൈൽ ഞാൻ പറഞ്ഞതല്ല, പോലീസ് പറഞ്ഞ. നിങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങളൊരു പരാതി ആദ്യം എഫ്ഐആർ ഉണ്ട്. ഞങ്ങൾക്ക് നല്ല നിയമക്കറിയാം. ഞങ്ങളിപ്പം വരുന്നതിന് മുന്നേ സന്തോഷം സ്റ്റേഷനുണ്ടോ? സ്റ്റേഷനിലുണ്ടോ? അങ്ങനെ പയ്യടി സ്റ്റേഷനിൽ നിങ്ങൾ ഇങ്ങോട്ടോ വിളിക്കുക. ആ ആയിക്കോട്ടെ, രണ്ട് വേമ്പ ഇതിന് ആകെ നമ്മൾ വളരെ നിയമപരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതൊരു ഫ്രഷ് പരാതിയാണ്, നിലവിലുള്ള പരാതിയാണ്. അതായത് ഷിബു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി ഇട്ട പോസ്റ്റാണ്. അത് ലിങ്ക് ഇപ്പം പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വളരെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, നല്ല തെളിഞ്ഞോടെ വ്യക്തതയോടുകൂടി. അപ്പൊ അതിൽ ഞാനൊരു പരാതിക്കാരനാണ്, ഞാനൊരു ജനപ്രതിനിധിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എഫ്ഐആർ ഇടുക എന്റെ മൊഴിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് അത് അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ ഈ എഫ്ഐആർ മാറ്റിക്കോ. നിങ്ങൾ ആദ്യം ഈ വിഷയത്തിൽ ഒരു കേസെടുക്ക്. ഞാൻ 24 മണിക്കൂറായി ഞാൻ പരാതി തന്നിട്ട്, 24 മണിക്കൂറായി പരാതി തന്നിട്ട്, 24 മണിക്കൂർ പരാതി തന്നിട്ട് ഞാനൊരു 20 പരാതി വന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു എഫ്ഐആർ ആദ്യം സാമാന്യ മര്യാദ എഫ്ഐആർ ഇടാൻ. എഫ്ഐആർ ഇടാൻ സാമാന്യ മതി. ഇപ്പൊ അവിടെ കിടക്കുകയാണ്. ഈ ഫേസ്ബുക്കിൽ കൊടുക്കേണ്ട എന്താവശ്യമുള്ള ഒരാവശ്യമില്ല ഈ കേസിൽ. അതായത് ഈ കേസിൽ പച്ചയായിട്ട് ഷിബുവിന്റെ പേരും ഷിബുവിന്റെ ഇതും വെച്ചിട്ടുള്ള ഷിബുവിന്റെ ഫേസ്ബുക്ക് ആണ്. ഇത് വ്യാജ പ്രൊഫൈൽ ഞാൻ പറഞ്ഞതല്ല, പോലീസ് പറഞ്ഞതാ. പോലീസ് പറഞ്ഞതാ. പക്ഷെ ഇത് പോലീസ് ഇത് ഷിബു എന്ന് പറയുന്ന ആള് ഇവിടെ ശരിക്കും ഉള്ള ആളാണ്, ജീവനുള്ള ആളാണ്. വ്യാജമാണ് തെളിഞ്ഞ എഫ്ഐആർ ഇട്ടിട്ടല്ലേ? ഇത് വ്യാജമായി തെളിഞ്ഞ എഫ്ഐആർ ഇട്ടിട്ടല്ലേ? പിന്നെ ദിവസം നിങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങളൊരു പരാതി ആദ്യം എഫ്ഐആർ ഉണ്ട്. ഞങ്ങൾ രണ്ട് ന്യായാലയങ്ങൾ പറഞ്ഞു എഫ്ഐആർ ആർക്ക് എഫ്ഐആർ അതും പറഞ്ഞുതരാം. അതൊന്നും പറയാം. ഞങ്ങൾ ഇതാക്കണ്ട, ഞങ്ങൾക്ക് നല്ല നിയമക്കറിയാം. കാസിമിനെതിരാണ് എഫ്ഐആർ ഇട്ടെ. അതായത് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ട പയ്യനെതിരാണ് കേസെടുത്തത്. അങ്ങനെ കേസെടുത്തിട്ടാണ് തെളിഞ്ഞത്. ഇതിപ്പോ അതല്ല, ഇത് പച്ചയായ ഒരു മനുഷ്യനാണ് ഇയാള്. ഇയാൾ CPM ഏരിയ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവാണ്. അയാൾ ഇന്നും കോടതിയിൽ കൊടുത്തിട്ടും ഈ ഇവിടുത്തെ നിയമം മുഴുവൻ വെല്ലുവിളിച്ചിട്ട് ഇപ്പോഴും അവിടെ കിടക്കുക. എന്തന്വേഷിക്കുക? നിങ്ങൾക്ക് ഞാൻ കൃത്യമായി QR ID ഞാൻ തന്നില്ല. QR ID നിമിഷം കിട്ടും. നിങ്ങളെ ഫോണിൽ കിട്ടുമല്ലോ, നിങ്ങളെ ഫോണിൽ കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും പോയി ഞങ്ങളിപ്പം വരുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പെൺകുട്ടിനെ അടിച്ചിട്ട് ലെവലാക്കിട്ട് ആ കേസിൽ നിങ്ങൾ പോകുള്ളൂ. അവര് പരാതി പറഞ്ഞു ഒരു സ്ക്രീൻഷോട്ടാണ് ഇത്. ഈ ഫാബ്രിക്കേറ്റ് ചെയ്തവരുടെ പേര് എഴുതി ചേർത്തിട്ട് അയാൾക്കെതിരെ കേസ് എടുത്തതിന് ശേഷം എഫ്ഐആർ ഇട്ടതിന് ശേഷമാണ് ഇതെന്താണ് തെളിഞ്ഞത്.
ഇത് ഫാബ്രിക്കേറ്റ് സാധനം തെളിഞ്ഞത്. അതേപോലെ തന്നെ ഈ ഷിബു എന്ന് പറയുന്ന സാറിന്റെ വാദം ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ ഒറിജിനൽ ആണോ സാർ അറിയില്ല എന്ന സാറിന്റെ വാദം. സാറിന്റെ വാദം അതാണ് അല്ലെ? സാറിന്റെ വാദത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിലെടുത്ത എഫ്ഐആർ എന്തുകൊണ്ട് ഇതേപോലെ ഈ കക്ഷിയുടെ പേരിലും സാറിന് ഇടാൻ രണ്ടിനായോ നിങ്ങൾ ആദ്യം ഇവിടെ വന്ന പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതി പോകും. ആദ്യേ നിങ്ങൾ പറഞ്ഞ കോടതി കൊടുക്കുന്നതാണ്. നിങ്ങൾ വേറെ വഴിയുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ റെസിപ്റ്റ്. അതായത് ഈ ഷിബു എന്ന് പറയുന്ന ആൾക്കാര് നിങ്ങൾ എഫ്ഐആർ ഇടണം ആദ്യം. കീഴ്വഴക്കോ ഒരു പരാതി വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നിൽ എഫ്ഐആർ ഇടണം. അല്ലെങ്കിൽ ആ എഫ്ഐആർ ഇടാൻ പറ്റാത്ത സാഹചര്യം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇമെയിൽ വഴി പരാതി വെച്ച് നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. നിങ്ങൾ ഇന്നലെ ഇമെയിൽ വഴിയാണ് പരാതി വെച്ചത്. നിങ്ങൾ ഇപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത്. ഇമെയിൽ ഞാൻ പരിശോധിക്കുന്ന എല്ലാ ചുമതലയാണോ? ഇമെയിൽ അവിടെ വരാൻ സംബന്ധിച്ച് നല്ല ന്യായങ്ങളും പറഞ്ഞെടുക്കുന്നത് നല്ല അടിപൊളി ന്യായ. അതായത് 24 ഞാനൊരു ഇമെയിൽ ഒരു പരാതി ഇമെയിൽ എന്തിനാ എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടാണ്ട് ആചരണ എന്റെ നമ്പറോ മെയിൽ ഐ ഡി എല്ലാം ഇതിലുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞോണ്ടാ വന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരാ. 24 മണിക്കൂറുള്ളിൽ നിങ്ങൾ എഫ്ഐആർ ഇടണം. എഫ്ഐആർ ഇട്ടിട്ട് അതിന്റെ കേസ് അന്വേഷിക്കണം. എന്നിട്ട് അത് ഫേക്ക് ആണോ അല്ലയോ നിങ്ങൾ ഇതാക്കണം. അത് നിങ്ങൾ അതല്ല, നിങ്ങൾ കോടതി പോകുന്നതല്ല. നിങ്ങൾ ആദ്യം എഫ്ഐആർ ഇടണം. ഈ വിഷയത്തിൽ 24 മണിക്കൂറിൽ എഫ്ഐആർ ഇടണം. ഒരു കേസ് വന്നാൽ 24 മണിക്കൂർ എഫ്ഐആർ ഇടണം. നിങ്ങൾ നാട് നീളെ നിയമത്തിൽ നിങ്ങൾ എല്ലാ ആളുകൾക്കും കാശ് തീർക്കുന്നുണ്ടാവും.